ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ജൂലൈ 4 തിങ്കളാഴ്ച ജൂലൈ 7 ഒരു മാർക്കറ്റ് പ്രഡിക്ഷനാണ് ഇന്നത്തെ ഡേറ്റ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ സിഗ്നലായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇതിനെ നമുക്കൊരു പുൾ ബാക്ക് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ എന്നുള്ളത്. അപ്പം അതിന് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഇപ്പം നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഈ ഒരു ക്യാൻഡിലിന് മുകളിൽ ആയിട്ട് നമുക്ക് ഒരു ഇത് കിട്ടുകയാണെങ്കിൽ, ഒരു ലോങ് സൈഡ് കിട്ടുകയാണെങ്കിൽ അതൊരു നല്ലൊരു ലോങ് മൂവിനുള്ള ഒരു സെറ്റപ്പാണ് ഇന്ന് ബിൽഡായിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് ചെയ്യാം. അതിനുമുമ്പ് ഇപ്പം ബാങ്ക് നിഫ്റ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതും ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ സിഗ്നലായിട്ടാണ് ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്യാൻഡിലിന് മുകളിൽ നമുക്ക് നല്ലൊരു സെറ്റപ്പ് ബിൽഡ് ആവുകയാണെങ്കിൽ നമുക്ക് ലോങ് എൻട്രി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ അനാലിസിസിന് വേണ്ടി ഞാൻ ഇവിടുന്ന് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കുറച്ച് ഡേറ്റാസ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സെൻസിബിളിൽ നിന്ന് ഞാൻ കുറച്ച് ഫസ്റ്റ് നമ്മളിപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ്, PCR വാല്യൂ, മാക്സ് പെയിൻ, ഈ 3 വാല്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ കോൾ OI വന്നിരിക്കുന്നത്. കോൾ OI ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 25,500 ആണ്. ഇപ്പോൾ പുട്ട് OI ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,000 പക്ഷേ നിഫ്റ്റിയുടെ ഒരു ഡെയിലി മൂവ് നോക്കിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 25,200 ആണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കോളിൻ്റെ ആണെങ്കിൽ കോൾ OI ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,500 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് OI വന്നിരിക്കുന്നത് 25,200. ഇതിന് OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,200 അപ്പോൾ പുട്ട് OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,200 കോൾ OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,700 അപ്പോൾ ഇത്രയും ഡേറ്റാസ് ഞാനിവിടെ എക്സലിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിഫ്റ്റിൻ്റെ ക്ലോസിംഗ് പ്രൈസ് എഴുതിയിട്ടുണ്ട് 25,405.3 മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,450 PCR വന്നിരിക്കുന്നത് 0.76 അപ്പോൾ PCR വാല്യൂ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സ്ലൈറ്റ്ലി ബെയറിഷ് എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പം നിഫ്റ്റിൻ്റെ മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 450 ക്ലോസിങ് വന്നിരിക്കുന്നത് മാക്സ് പെയിനേക്കാളും താഴെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹയസ്റ്റ് കോൾ OI ഞാൻ പറഞ്ഞു 25,500 വന്നിരിക്കുന്നത്. ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നത് 25,200 അപ്പം അതുപോലെ തന്നെ കോൾ OI ചേഞ്ച് 25,700 പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നത് 25,200 അപ്പോൾ ഈ 4 ഡേറ്റ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇന്നത്തെ ഒരു ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 25,405 അപ്പം 25,500 ഏറ്റവും കൂടുതൽ കോൾ OI വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ഇത് ഇന്നത്തെ അതായത് ക്ലോസ് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അതായത് 25,500 ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. പിന്നെ ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്, മെയിൻ സപ്പോർട്ടായിട്ട് വരുന്നത് 25,200 ഈ കോൾ OI ചേഞ്ച് നമുക്ക് ഇവിടെ 25,500 അതായത് 25,700 ഒരു ഫ്രഷ് റെസിസ്റ്റൻസ് സോണ് ബിൽഡ് ആവുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ കോൾ OI ചേഞ്ചിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 25,700 ഒരു ഫ്രഷ് റെസിസ്റ്റൻസ് സോണ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഇനി പുട്ട് OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,200 അതായത് 25,200 ഒരു നല്ലൊരു സപ്പോർട്ടും അവിടെ ബിൽഡ് ആവുന്നുണ്ട്. ഇപ്പം പുട്ട് OI നോക്കുകയാണെങ്കിലും പുട്ട് OI ചേഞ്ച് നോക്കുകയാണെങ്കിലും രണ്ടും വന്നിരിക്കുന്നത് 25,200 അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 25,200 എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യും എന്നുള്ള ഒരു ഇതാണ് നമുക്ക് ഈ ഒരു ഡേറ്റ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഡേറ്റ വെച്ചിട്ട് നമുക്കിതിൽ ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി എടുക്കുകയാണ്. നിഫ്റ്റീൻ്റെ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ എടുത്ത നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഓക്കെ 25,500 ഏറ്റവും കൂടുതൽ ഒന്നുകൂടി കാണിച്ചു തരാം.
ഇവിടെ 25,500 നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോണ് വന്നിരിക്കുന്നത്. അപ്പോൾ 25,500 ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. പിന്നെ അടുത്ത റെസിസ്റ്റൻസ് സോൺ, ഒരു ഫ്രഷ് റെസിസ്റ്റൻസ് സോൺ ബിൽഡ് ആവുന്നത് 25,700 നമ്മുടെ സപ്പോർട്ട് വരുന്നത് 25,200 അപ്പോൾ ഒരു റെസിസ്റ്റൻസ് സോണ് ഇതാണ് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് സോൺ, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ തൊട്ട് മുകളിലാണ്. ഇനി നമുക്കൊരു സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പുട്ട് OI വന്നിരിക്കുന്നത് 25,200 അപ്പോൾ 25,200 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി നല്ലൊരു റെസിസ്റ്റൻസ് സോൺ നമുക്ക് ആ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് സോൺ കിട്ടുന്നതെന്ന് പറയുന്നത് 25,700 അപ്പം 25,700 നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ട് വർക്ക് ചെയ്യുന്നത്. 25,200 നല്ലൊരു സപ്പോർട്ട് വരുന്നത്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 25,500 അപ്പോൾ ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് സോൺ നമുക്ക് ഒരു ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർക്ക് വരയ്ക്കാൻ പറ്റും. അതായത് 25,400 ആ ഒരു റേഞ്ചിൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടും. അപ്പം ഇപ്പം ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്ന ഈ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ തിങ്കളാഴ്ച ഈ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്കൊക്കെയാണ് മാർക്കറ്റെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ട്രേഡ് എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നല്ലൊരു മൂവ് നമുക്ക് 25,500 മുകളിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ലോങ് സെറ്റപ്പ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു റേഞ്ചിൽ, അതായത് 25,400 താഴെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷോർട്ട് സെറ്റപ്പും കിട്ടും. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നിഫ്റ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം നിഫ്റ്റിയുടെ ഓവറോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനായിട്ട് ഒരു മുകളിലേക്ക് ഓപ്പണായിട്ട് ഈ ഒരു റേഞ്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 25,500 മുകളിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു റാലി എക്സ്പെക്റ്റ് ചെയ്യാം. ഇനിയിപ്പം ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ഇപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ എടുത്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അതിന് ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റാസ് ഇവിടെ എടുക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റീൻ്റെ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് പ്രൈസ്, PCR വാല്യൂ, മാക്സ് പെയിൻ, ഈ 3 വാല്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 57,000 അപ്പം ഇവിടെ നമുക്ക് വേറെ ഒരു സ്ട്രൈക്കിലും ഇത്രയും ഒരു കോൾ റേറ്റിംഗ് അല്ലെങ്കിൽ പുട്ട് റേറ്റിംഗ് വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 പിന്നെ വന്നിരിക്കുന്നത് 56,000 പിന്നെ 58,000 ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഇപ്പം OA ചേഞ്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 അപ്പം ഈ ഡേറ്റാസ് ഞാനിവിടെ എക്സലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 56,791.97 മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 56,900 PCR വന്നിരിക്കുന്നത് 0.96 ഇപ്പോൾ PCR നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ബുള്ളിഷ് ബയസാണ് PCR കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് കോൾ OI, ഹയസ്റ്റ് പുട്ട് OI, ഹയസ്റ്റ് കോൾ OI ചേഞ്ച്, ഹയസ്റ്റ് പുട്ട് OI ചേഞ്ച് ഇതെല്ലാം വന്നിരിക്കുന്നത് 57,000 അതായത് ഈ 57,000 എന്ന് പറയുന്നത് ഒരു നല്ല അതാ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഒരു നല്ലൊരു കീ ബാറ്റിൽ സോണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 57,000 എന്ന് പറയുന്ന നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ടും നല്ലൊരു സപ്പോർട്ട് സോണായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താലാണ് മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും നമുക്ക് നല്ലൊരു മൂവ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 57 എന്നുള്ള ഇപ്പം കോൾ OI ചേഞ്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ബിൽഡ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ബിൽഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 57,000 ഈ 57,000 നല്ലൊരു കോൾ റേറ്റിംഗ് അല്ലെങ്കിൽ പുട്ട് റേറ്റിംഗ് ബിൽഡ് ആവുന്നത്. അപ്പോൾ ഈ 57,000 അല്ലെങ്കിൽ 57,000 മുകളിൽ നമുക്ക് നല്ല ഒരു നല്ലൊരു ബ്രേക്കൗട്ട് ഒരു നല്ല ഇതിൽ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്യാൻഡിൽസ് ഓപ്പൺ ആവുന്ന ഈ ഒരു റേഞ്ചിന് മുകളിലാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് നല്ല ഒരു മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് ഇപ്പം 57,500 റേഞ്ചിൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ വരുന്നുണ്ട്. ഇപ്പോൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ
അപ്പം ഒരു 500 റേഞ്ചിൽ നമുക്ക് ഒരു അടുത്തൊരു സപ്പോർട്ട് സോണ് നമുക്ക് കൺസിഡർ ചെയ്യാം. മെയിനായിട്ടുള്ള ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 58,000-ലും 56,000-ലുമാണ്. ഇപ്പോൾ 56,000, 58,000 ഇതിലേക്കാണ് അടുത്ത ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണ് വരുന്നത്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്കാണ്. അപ്പം ഇപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ക്ലോസ് ആവുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ 56,800-ന് താഴെ നമുക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ട്രേഡ് നോക്കാം. അതല്ല ഇതിന് മുകളിൽ 57,000-ന് മുകളിൽ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ലോങ് സെറ്റപ്പും കിട്ടും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഇത് ചെറിയൊരു റേഞ്ചാണ്. ഈ റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ലെവൽസ്, നിഫ്റ്റിൻ്റെയും ബാങ്ക് നിഫ്റ്റിൻ്റെയും ഒരു ലെവൽസ്, മൺഡേത്തെ ഒരു ലെവൽസ് ഇന്നത്തെ ഒരു ഡേറ്റ വെച്ചിട്ട്. ഓക്കെ, താങ്ക് യു.